രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന സംഘപരിവാർ അജണ്ട അതിൻ്റെ കേരളത്തിലെ ഇടനിലക്കാരനാണ് ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകിടം മറിക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നതെന്നും ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ ഹൈക്കോടതി വിധി പോലും ലംഘിച്ചുകൊണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പോലും ലംഘിച്ചുകൊണ്ട് ഡിജിറ്റൽ KTU സർവകലാശാലകളിൽ തന്നിഷ്ടപ്രകാരം VC-മാരെ നിയമിച്ച ചാൻസലർ കൂടിയ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണിപ്പോൾ മന്ത്രി ആർ ബിന്ദുവിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. കൃത്യമായും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഊർജിതമായ ശ്രമങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുകയാണ്. കേരളത്തിൽ അതിൻ്റെ ഇടനിലക്കാരനാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള ഇടനിലക്കാരനായി ചാൻസലർ കൂടിയായി ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു ചൂണ്ടിക്കാട്ടിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുകയാണ്. സനോജ്, ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ തന്നിഷ്ടപ്രകാരം ഗവർണർ കൂടിയായ ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന ശ്രമങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകിടം മറിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, സർക്കാരിനെ പോലും വെല്ലുവിളിച്ച്, കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ അതുതന്നെയാണ്. യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് KTUവിൻ്റെ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും VC-മാരായി സിസ തോമസിനെയും പ്രസാദിനെയും നിയമിച്ചത്. ഇത് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് മന്ത്രിമാരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് ഇത് കൃത്യമായും കാവ്യവൽക്കരണമാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണമാണ് സംഘപരിവാർ അജണ്ട. ആ അജണ്ട നടപ്പിലാക്കാനുള്ള കേരളത്തിലെ ഇടനിലക്കാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുകയും ചെയ്തത്. മറ്റെന്തൊക്കെയാണെന്ന് മന്ത്രി ആർ ബിന്ദു ചൂണ്ടിക്കാട്ടിയത്? സനോജ്. മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരളത്തിലെ 2 സർവകലാശാലകളിൽ, KTUവിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ച് താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനോട് പോലും ആലോചിക്കാതെ നിയമസഭയുടെ അവകാശങ്ങളെപ്പോലും ലംഘിക്കുന്ന തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ അതിഗുരുതരമായ ഒരാരോപണമാണ് മന്ത്രി ആർ ബിന്ദു ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന നിലപാടുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കാവ്യവൽക്കരിക്കുക എന്ന സംഘപരിവാർ അജണ്ട, ആ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ഇടനിലക്കാരനായി ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്നു എന്ന കാര്യമാണ് മന്ത്രി ആർ ബിന്ദു അല്പം മുമ്പ് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ സനോജ് ചേരുകയാണ്. സനോജ്, മന്ത്രി എന്തൊക്കെയാണ് കൂട്ടിച്ചേർത്ത മറ്റു കാര്യങ്ങൾ, പ്രധാനമായും ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടുകളെക്കുറിച്ച്? തീർച്ചയായിട്ടും മുൻ നിലപാട് ആർ ബിന്ദു ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഒരു ഇടനിലക്കാരന്റെ റോളാണ് ഗവർണർ നിർവഹിക്കുന്നത്. സർക്കാരിനെയും കോടതിയെയും വില കൽപ്പിക്കാതെ സ്വജനപക്ഷപാതപരമായി RSS നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് മുൻപും ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത്. സുപ്രീം കോടതിയുടെ ഇടപെടലിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഉന്നത നീതിപീഠങ്ങൾ മുൻപ് നിലപാട് വ്യക്തമാക്കിയിട്ടും അതൊന്നും തനിക്ക് ബാധകമല്ല എന്ന ഒരു നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ്. ഒരു സർക്കാരിന് മേലെ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന ഒരു സമീപനമാണ് എല്ലാ കാലഘട്ടത്തിലും ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചിട്ടുള്ളത്. നീതിപീഠത്തിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നും ആർ ബിന്ദു വ്യക്തമാക്കുകയുണ്ടായി. സിജു. ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി ആർ ബിന്ദു ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടകളുടെ കേരളത്തിലെ ഇടനിലക്കാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ആർ ബിന്ദു പറഞ്ഞത്.